കോവളം MLA തകർക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് CPMന്റെ സമ്മേളനവും കഴിഞ്ഞ് പിണറായി 3.0 വേണ്ട എല്ലാ കാര്യവും ചെയ്തു വെക്കുമ്പോൾ വിൻസെന്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സർ, 58,000 വരുന്ന കശുവണ്ടി തൊഴിലാളികൾക്ക് നിങ്ങൾ പെൻഷൻ നൽകിയോ? കുടിശ്ശികയല്ലേ അത് എന്ന്. എന്നിട്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എങ്ങനെ കൊല്ലത്ത് സമ്മേളനം നടത്താൻ സാധിച്ചു എന്ന് വിൻസെന്റ് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാനില്ലാതെ സഭയിലെ ഭരണപക്ഷമായ CPM അങ്ങനെ ഇരിക്കുന്നതും കാണാം. അവിടം കൊണ്ടും നിർത്തിയില്ല. CPMന് മറക്കാൻ പാടില്ലാത്ത ബീഡി തൊഴിലാളികൾ ഒരു ബീഡി വലിച്ചെറിയുന്ന ലാഘവത്തോടെ അല്ലേ നിങ്ങൾ തള്ളിക്കളഞ്ഞത് എന്ന് തുടങ്ങി വിൻസെന്റ് സഭയിൽ കയ്യടിയുടെ പൂരം തന്നെ നടത്തുകയാണ്. ഇവിടെ എറണാകുളം MLA TJ വിനോദ് വിൻസെന്റിനോടൊപ്പം ചേരുമ്പോൾ സഭയിൽ ഭരണപക്ഷത്തിന് ഒന്നും മിണ്ടാതെ ഇരിക്കേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയും നമുക്ക് കാണാം. മന്ത്രി കൃത്യമായി പെൻഷൻ കൊടുക്കുന്നുവെന്ന് പറഞ്ഞ ബോർഡുകൾ പോലും പെൻഷൻ മുടങ്ങുന്നതായിട്ട് നിയമസഭയിൽ തന്നെ നൽകിയിട്ടുള്ള മറുപടിയിൽ വ്യക്തമാണ് സർ. വിവിധ ക്ഷേമനിധിയിൽ അംഗത്വമെടുത്തിട്ടുള്ള കേരളത്തിലെ ജനസംഖ്യയിൽ 1/3 വരുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത പ്രതിസന്ധിയുടെ പ്രമേയമാണ് ഈ അടിയന്തര പ്രമേയത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. മുൻകാല തൊഴിലാളി വർഗ പാർട്ടി എന്ന് മുൻകാലങ്ങളിൽ അവകാശപ്പെട്ടിരുന്ന, ഇപ്പോഴവരൊന്നും അവകാശപ്പെടുന്നില്ല, അങ്ങനെ ഒരു ആരോപണവും നമുക്കില്ല. അപ്പോൾ മുൻകാല തൊഴിലാളി വർഗ പാർട്ടിയായ CPM നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൻ്റെ ക്ഷേമനിധി വഞ്ചനയുടെ ഇരയാണ് കേരളത്തിലെ 16 തൊഴിൽ വകുപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധി ബോർഡിലെയും അംഗത്വമെടുത്തിട്ടുള്ള 1 കോടി തൊഴിലാളികൾ എന്നത് സർക്കാർ മനസ്സിലാക്കണം. ആയുസ് മുഴുവനും കല്ലും മണ്ണും ചുമന്നും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ജോലി ചെയ്തും കഷ്ടപ്പെട്ട് രക്തം പച്ചവെള്ളമാക്കി ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളിൽ ബിരുദധാരികളുണ്ട് ബിരുദാനന്തര ബിരുദധാരികളുണ്ട് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം ലഭിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ലിസ്റ്റിൻ്റെ കാലാവധിയും പ്രായപരിധിയും കഴിഞ്ഞ ആ പാവങ്ങൾ പിന്നെ കൂലിപ്പണിക്ക് പോവുകയും ഈ ക്ഷേമനിധികൾ അംഗത്വമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട ഒരു ആയുസ് മുഴുവനും ജോലി ചെയ്ത് അംശാദായം അടിച്ച തൊഴിലാളികൾ പെൻഷൻ കിട്ടാതെ 15-17 മാസം പെൻഷൻ കിട്ടാതെ എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? ബ്രൂവറികളും ഡിസ്റ്റിലറികളും ഉണ്ടാക്കാനുള്ള പരക്കമ്പാച്ചിലിനിടയിൽ ഈ പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരേണ്ടതാണ്. ഇൻവെസ്റ്റർ മീറ്റും കോൺക്ലേവുകളും സമ്മിറ്റുകളുടെയും പഞ്ചനക്ഷത്ര തിളക്കത്തിന്റെ പുറംപോക്കുകളിൽ തള്ളിക്കളയാനുള്ളതല്ല അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ അടിസ്ഥാന വർഗമല്ലേ ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്, അല്ലാതെ ഒയാസിസ് കമ്പനി അല്ലല്ലോ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള 11 ക്ഷേമനിധി ബോർഡുകളിലായി 2011 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉണ്ടായിട്ടുള്ളത്. മന്ത്രി ഒരു കുടിശ്ശികയില്ലെന്ന് പറയുന്നു. നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടിയല്ലേ 2011 കോടി രൂപയുടെ കുടിശ്ശികയാണ്. ഈ 2011 കോടിയും പോകേണ്ടത് പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ പോകേണ്ട പണമാണ് 5 മാസം മുതൽ 17 മാസം വരെ കുടിശ്ശികയായിരിക്കാൻ ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട പണമല്ലേ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലാണ് 17 മാസത്തെ കുടിശ്ശികയാണ്. പെൻഷൻ, അംശാദായ റീഫണ്ട്, വിവാഹ ധനസഹായം, പ്രസവാനുകൂല്യം, വിദ്യാഭ്യാസ ആനുകൂല്യം, മരണാനന്തര ആനുകൂല്യം, ഇതെല്ലാം ചികിത്സാ ധനസഹായം, ഇതെല്ലാം കുടിശ്ശികയായിരിക്കുകയാണ് പല ക്ഷേമനിധികളിലും വിവാഹ ധനസഹായത്തിന് അപേക്ഷ കൊടുത്താൽ മക്കളെ സ്കൂളിൽ ചേർത്താൽ പോലും അത് കിട്ടാത്ത അവസ്ഥയാണ് എന്നുള്ളത്. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ 10 വർഷമായി വിവാഹ ധനസഹായം കിട്ടാതായിട്ടുണ്ട്. സാറത് പരിശോധിക്കണം. ഇങ്ങനെ പറയുമ്പോൾ ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറക്കാൻ കഴിയുന്നതാണ് ബീഡി തൊഴിലാളികൾ. O ഭരതനും C കണ്ണനും അതുപോലുള്ള നിരവധി നേതാക്കന്മാർ ഈ തൊഴിലാളികളുടെ ഇടയിൽ വളർന്നു വന്നതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബീഡി വലിച്ചെറിയുന്ന ലാഘവത്തോടു കൂടി ബീഡി തൊഴിലാളികളെ മറക്കാൻ കഴിയുമോ? പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണവും നടത്തിപ്പുമെല്ലാം സർക്കാർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കൃഷി വകുപ്പാണ്, തദ്ദേശ ഭരണ വകുപ്പാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ കുടിശ്ശിക, അതിവർഷ ആനുകൂല്യം 493 കുടിശ്ശിക, വിവാഹ ധനസഹായം 7,832 പേർക്ക് കുടിശ്ശിക, പ്രസവ ധനസഹായം 4,736 പേർക്ക് കുടിശ്ശിക. കേരള ഈറ്റ കാട്ടുവള്ളി മന്ത്രി പറഞ്ഞു കുടിശ്ശികയില്ലെന്ന് പെൻഷനും പ്രസവ ആനുകൂല്യങ്ങളും കുടിശ്ശികയായി പ്രസവ ധനസഹായം മാത്രം 5,64,00,000 രൂപ കുടിശ്ശികയാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ 10 മാസമായി കുടിശ്ശികയാണ്.
അത് പ്രസവ ധനസഹായം ഉൾപ്പെടെ 10 വർഷമായി അത് കുടിശ്ശികയിലാണ് സാർ. കേരള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി 58,000 ഗുണഭോക്താക്കൾക്കാണ് 5 മാസമായി പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത്. സാർ കൊല്ലമല്ലേ സാർ ഈ കശുവണ്ടി തൊഴിലാളികളുടെ സ്ഥലം? നിങ്ങളവിടെ സമ്മേളനം നടത്തിയ സ്ഥലമല്ലേ സാറ്? നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തില്ലാതെ അവിടെ സമ്മേളനം നടത്താൻ കഴിഞ്ഞോ സാർ? ആ കശുവണ്ടി തൊഴിലാളികളുടെ കുടിശ്ശികയെങ്കിലും കൊടുത്തിട്ട് വേണ്ടേ സാർ അവിടെ നിങ്ങൾ സമ്മേളനം നടത്താൻ? സാറെ പരിപ്പൂടെ മാറ്റി ഇപ്പോൾ ഈ കശുവണ്ടി കുറയ്ക്കുന്ന സമയത്തെങ്കിലും ഈ കശുവണ്ടി തൊഴിലാളികളൊന്ന് ഓർക്കേണ്ടതായിരുന്നു എന്ന് പറയുകയാണ് സാർ. സാറ് സാർ അതുപോലെ തന്നെ കൈത്തറി തൊഴിലാളി 2024 നവംബർ മുതൽ കുടിശ്ശികയാണ് കൈത്തറി തൊഴിലാളികൾക്ക്. സാർ 8,489 പേർക്ക് 4 മാസം പെൻഷൻ കുടിശ്ശികയാണ്. സാർ ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി സ്കാറ്റേഡ് വിഭാഗത്തിന് 4 മാസമായി പെൻഷൻ കുടിശ്ശികയാണ്. മന്ത്രി പറഞ്ഞു കുടിശ്ശികയില്ല എന്ന്. 4 മാസമായി കുടിശ്ശികയാണ്. ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒക്ടോബർ മുതൽ പെൻഷൻ കുടിശ്ശികയാണ്. മന്ത്രി പറഞ്ഞു കുടിശ്ശികയില്ല എന്ന്. അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ 18,000 തൊഴിലാളികൾക്ക് നവംബർ മാസമുള്ള തുക കുടിശ്ശികയാണ് സാർ. സാർ ഇങ്ങനെ എല്ലാ കുടിശ്ശികയാണ്. അതുപോലെ തന്നെയാണ് സാർ അങ്കണവാടി ജീവനക്കാർ. സാർ അവര് ഈ ക്ഷേമനിധിയിൽ ചേർന്നിട്ട് 1,500 രൂപയും 2,500 രൂപയും പെൻഷൻ ലഭിക്കുന്നവർക്ക് 5 മാസമായി കുടിശ്ശികയാണ് സാർ. സാർ ഈ അങ്കണവാടി ജീവനക്കാർ രാവിലെ കുട്ടികൾക്ക് പ്രീ സ്കൂൾ പഠനം നടത്തണം. രാവിലെ വന്ന് അങ്കണവാടി വൃത്തിയാക്കി ആ കുട്ടികളെ 3:30 മണി മുതൽ പഠിപ്പിക്കണം. അതിനിടയിൽ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഈ വർക്കർമാരും ആയമാരും യഥാർത്ഥത്തിൽ അമ്മമാരായിട്ടാണ് സാർ 3:30 മണി വരെ ഈ അങ്കണവാടികളിൽ പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞാൽ 5 മണി വരെ അവരവരുടെ ഏരിയയിൽ ഏരിയ വിസിറ്റ് നടത്തണം സാർ. അത് കഴിഞ്ഞ് മുലയൂട്ട് അന്ന് അമ്മമാരുടെയും ഗർഭിണികളുടെയും വിവരം രജിസ്റ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്യണം സാർ. അവർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. അവർക്കുള്ള ഫുഡ് വിതരണം ചെയ്യണം സാർ. AG കുട്ടികൾ, അഡോളസന്റ് ഗേൾസിന് അവരെ 6 വയസ്സുള്ള കുട്ടികളുടെ വെയിറ്റ് പരിശോധിക്കണം. ഹീമോഗ്ലോബിന്റെ കുറവുണ്ടോ എന്ന് പരിശോധിക്കണം. അവര് മറ്റ് പരിശോധനകൾ അവർക്ക് നടത്തണം. 11 രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. 11 രജിസ്റ്ററുകൾ. രോഗികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം. പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം സാർ. ഇതിനെല്ലാം പുറമെയാണ് പഞ്ചായത്തും സർക്കാരും നടത്തുന്ന പരിപാടികളിൽ ആളെ കൂട്ടാനും ഇവർ വന്നിരിക്കണം സാർ. എന്നിട്ട് അവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കണം. ഇക്കിളിപ്പെടുത്തിയാൽ പോലും ചിരിക്കാൻ തോന്നാത്ത തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കണം. ഇതെല്ലാം അവരുടെ ചുമതലയാണ് സാർ. അതും പോരാഞ്ഞിട്ട് CIT-കാർ ആവശ്യപ്പെടുമ്പോൾ AG's ഓഫീസിന് മുന്നിലെത്തി ആശാ വർക്കർമാരായി അഭിനയിക്കണം സാർ. അവരെല്ലാവരും സാർ ഇതുപോയിട്ട് മനുഷ്യ ചങ്ങല പിടിക്കണം. ഇതെല്ലാം ചെയ്തിട്ട് 30-40 വർഷം ജോലി ചെയ്തിട്ടുള്ള ഈ അങ്കണവാടി വർക്കർമാർ പിരിഞ്ഞു പോകുമ്പോൾ 1,500 രൂപയാണ് സാർ. ഇതെല്ലാം ചെയ്യുന്നവർക്ക് സാർ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും 1,600 രൂപ കൊടുക്കുമ്പോൾ ഇവർക്ക് 1,500 കൊടുക്കണം സാർ. സാർ അത് വർദ്ധിപ്പിക്കണം സാർ. സാർ ഇവർക്ക് 3 ഓണം അലവൻസ് എല്ലാം കൊടുത്തു എന്ന് പറയുന്നു. 3 വർഷമായി അങ്കണവാടി ജീവനക്കാർക്ക് പിന്നെ പെൻഷൻ ഓണ അലവൻസുകൾ നൽകുന്നില്ല സാർ. സാർ 7,500 രൂപയെങ്കിലും വർക്കർമാരുടെ പെൻഷനും 6,000 രൂപ നമ്മുടെ ആയമാരുടെ ഹെൽപ്പർമാർക്കും 6,000 രൂപയായി വർദ്ധിക്കണം എന്ന് പറയാണ് സാർ. സാർ അംശാദായങ്ങൾ വർദ്ധിപ്പിക്കുന്നതല്ലാതെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ല സാറേ. കെട്ടിട നിർമ്മാണം സാറേ 7 മിനിറ്റ് ആയിട്ടില്ല. അതെ ഞാൻ പറഞ്ഞതാണ് സാർ. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് അവിടെ പ്രസവ ആനുകൂല്യങ്ങൾ, അവർക്ക് വിവാഹ ആനുകൂല്യങ്ങൾ ഇപ്പൊ 10,000 രൂപയാണ്. ഈ 10,000 രൂപ ആക്കിയത് 2013 ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് സാർ. സാർ അന്ന് 2,000 രൂപ പുരുഷന്മാർക്കും 3,000 രൂപ സ്ത്രീകൾക്കുമായിരുന്നു വിവാഹ ധനസഹായം. അതന്ന് 10,000 രൂപയാക്കി. അന്ന് എല്ലാ ആനുകൂല്യങ്ങളും അന്ന് വർദ്ധിപ്പിച്ചു സാർ. ഈ 13 വർഷമായിട്ടും 12 വർഷമായിട്ടും ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടില്ല. ആകെ വർദ്ധിപ്പിക്കുന്നത് ഈ അംശാദായം മാത്രമാണെന്നുള്ളതാണ് സാർ. കൈത്തറി തൊഴിലാളികൾക്ക് വിവാഹ ധനസഹായം വെറും 5,000 രൂപ മാത്രമാണ് സാർ. സാർ ഇതെല്ലാം കാലോചിതമായി വർദ്ധിപ്പിക്കാൻ ഉള്ള നടപടി സർക്കാർ ചെയ്യും സാർ. ക്ഷേമനിധി പെൻഷൻ സാർ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ ഒന്നും കൃത്യമായി കൊടുത്തില്ലെങ്കിലും ഭരണ ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് സാർ. എല്ലായിടത്തും താൽക്കാലികക്കാരെ കുത്തിനിറച്ചിരിക്കുകയാണ് സാർ. 17 മാസം പെൻഷൻ മുടക്കമുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 290 പേരെയാണ് താൽക്കാലികക്കാരെ കുത്തിനിറച്ചിരിക്കുന്നത് സാർ. ആനാവൂർ റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് പിൻവാതിലൂടെ ആളുകളെല്ലാം ഇങ്ങനെ ഇരച്ചു കയറിയാണ്. പാവങ്ങൾക്കൊന്നും കയറിയിരിക്കുകയാണ് സാർ. അതുപോലെ തന്നെ സാർ മറ്റ്
അസംഘടിത ക്ഷേമനിധി ബോർഡ്, അവിടെയും 60% ആളുകൾ താൽക്കാലികക്കാർ. ഇന്ന് താൽക്കാലികക്കാരെ വെക്കേണ്ടതില്ല. മുമ്പ് മണി ഓർഡർ അയച്ചുകൊണ്ടിരുന്ന സമയത്താണ് താൽക്കാലികക്കാരുടെ ആവശ്യം. ഇപ്പൊ ഫണ്ട് നേരെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ്. ഇത് അനാവശ്യമായ ചെലവുകൾ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഇതിന് പുറമെയാണ് സർക്കാർ പരിപാടികൾക്കും പദ്ധതികൾക്കും വേണ്ടിയുള്ള പ്രചരണങ്ങൾക്ക് ബോർഡുകൾ വെക്കണം. നിർത്തുകയാണ് സാർ അവസാനിപ്പിക്കുകയാണ് സാർ, ഞാൻ അവസാനിപ്പിക്കാം സാർ. ഈ നിയമസഭയിൽ ക്ഷേമനിധിയുടെ ഒട്ടേറെ ക്ഷേമനിധികൾ നിയമങ്ങളായി അവതരിച്ച ഒരു സഭയാണ് സാർ. ഈ ക്ഷേമനിധി നിയമങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് വലിയൊരു ആത്മവിശ്വാസമാണ് സാർ അത് നടക്കുന്നത്. സാർ, വേല ചെയ്യാൻ കഴിയാത്ത കാലത്ത് ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടാത്ത അവസ്ഥ ഈ ക്ഷേമനിധി നിയമം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് സാർ അവർക്ക് നൽകിയിട്ടുള്ളത്. സാർ, ഇന്ന് ആത്മവിശ്വാസമുണ്ടോ സാർ? ഒരു ഗ്ലാസ് ചായക്കും മരുന്നിനും വേണ്ടി 15-17 മാസം പെൻഷൻ കുടിശ്ശികയുള്ള തൊഴിലാളികൾ കൈ നീട്ടുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.